السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. ഒരിക്കൽ സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, നിങ്ങൾ സദക്ക ചെയ്യുവാൻ ഒരു ബുദ്ധിമുട്ടതായ ഒരു സമയത്ത് സദക്ക ചെയ്യുവാൻ സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സദക്ക ചെയ്തു. അല്ലാഹു വറസൂലുഹു ബാക്കി. അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു. മുഴുവനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അത് സദക്ക ചെയ്തു. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം സദക്ക നാം ചെയ്യുക. സദക്കകൾ ചെയ്യുക കൊണ്ട് എല്ലാ ബലാ മുസീബത്തുകളെയും തൊട്ട് അല്ലാഹു തആല തട്ടിമാറ്റുന്നതാണ്. അതുകൊണ്ട് സദക്കകളെ നാം ധാരാളമായിട്ട് അധികരിപ്പിക്കുക. അതുകൊണ്ട് അത് ആപത്തുകളും ഇടങ്ങേറുകളും എല്ലാം മാറ്റുന്നതാണ്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ അള്ളാഹുവിലേക്ക് ധാരാളമായി സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുക. ഒരിക്കൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ മറികടക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സദക്ക ചെയ്യുവാൻ പറയുന്നതായ സമയത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ സമ്പത്തിൻ്റെ പകുതി സദക്ക ചെയ്തു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മൊത്തത്തിലാണ് സദക്ക ചെയ്തിട്ടുള്ളത്. അത് നാം മനസ്സിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.